ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എയ്ഫ ലിവ് ലൈൻ കോഴ്സ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലോജിക്കൽ റീസണിങ് എന്നുള്ള ടോപ്പിക്കാണ്. ലോജിക്കൽ റീസണിങ് ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു, കൂടുതൽ ആളുകൾ നെഗ്ലക്ട് ചെയ്യുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പുതിയ കോൺസെപ്റ്റുകൾ ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതൊക്കെ. സോ സിലബസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നില്ല. അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ് എന്നുള്ളതാണ്. ആർഗ്യുമെന്റ് ഫോംസ്, സ്ട്രക്ചർ ഓഫ് categorical preposition, mood and figure, formal and informal fallacies, uses of language, connotation and denotation, classical square of opposition, evaluating and distinguishing deductive and inductive reasoning, analogies, Venn diagram, ആൻഡ് ഓൾസോ വി ഹാവ് ഇന്ത്യൻ ലോജിക്. ഇത്രയാണ് നമ്മുടെ സിലബസ് ഉള്ളത്. ഇതിൽ ആദ്യം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഒരു ആർഗ്യുമെന്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ് എന്നുള്ളത്. ഒരു ആർഗ്യുമെന്റിനെ നമ്മൾ ബേസിക്കലി നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാൻ പറ്റും: പ്രെമിസ്, കൺക്ലൂഷൻ ആൻഡ് ഇൻഫറൻസ്. ഓക്കെ, ഒരു ആർഗ്യുമെന്റിനെ ബേസിക്കലി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: പ്രെമിസ്, കൺക്ലൂഷൻ ആൻഡ് ഇൻഫറൻസ്. എന്താണ് പ്രെമിസ്, എന്താണ് കൺക്ലൂഷൻ, എന്താണ് ഇൻഫറൻസ് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. വി ഹാവ് ദ പ്രെമിസ്. പ്രിമിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ സംതിങ് ദാറ്റ് ഇസ് പുട്ട് ഫോർവേഡ് ആസ് ട്രൂത്ത് ബട്ട് നോട്ട് പ്രൂവൺ. ഒരു സത്യമാണ് എന്നുള്ള നിലയിൽ നമ്മളൊരു കാര്യം പറയുന്നു. ആ കാര്യം എന്താണ് എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, ആ കാര്യം എന്താണ് എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു അത്തരത്തിലുള്ള രീതികളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ പ്രെമിസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറയാണ്, ഇന്ന് നല്ല ചൂടാണ്, അല്ലെങ്കിൽ ആ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീടാണ്. അപ്പൊ എങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധാരണ സംസാരത്തിൽ പറയുന്ന ഓരോരോ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പ്രെമിസ് എന്ന് പറയാം. അപ്പൊ ഉദാഹരണമായിട്ട്, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, ഇതൊരു സുന്ദരമായ വീടാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ഹിയർ, ദിസ് ഈസ് എ ഗുഡ് കാർ. ഇങ്ങനെയുള്ള ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ പ്രെമിസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തതാണ് കൺക്ലൂഷൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് പ്രെമിസ് ആണ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ statement that which you want other person to agree with you is drawn from the premise of the argument. ഓക്കെ, അതായത് നിങ്ങൾക്ക് പേഴ്സൺ അഗ്രി ചെയ്യണം എന്ന് നിങ്ങൾക്കുണ്ട്. അതായത് നമ്മൾ ഒരു പ്രെമിസ് പറഞ്ഞല്ലോ, ആ പ്രെമിസിൽ നിന്ന് മറ്റൊരാൾ നിങ്ങളോട് അംഗീകരിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് അഗ്രി ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ് കൺക്ലൂഷൻ എന്നുള്ളത്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആസ്പെക്ട് എന്നുള്ളത് പറയാൻ പറ്റും. സോ നമ്മൾ പറഞ്ഞത് കൺക്ലൂഷൻ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള പ്രെമിസിൽ നിന്ന് മറ്റൊരാള് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് എന്നുള്ള പ്രെമിസിൽ നിന്ന് നമ്മൾ വി ക്യാൻ ബൈ ഇറ്റ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, വി ക്യാൻ ബൈ ഇറ്റ് എന്നുള്ള കൺക്ലൂഷനിലേക്ക്. ഇറ്റ്സ് വെരി ഹോട്ട് ഹിയർ എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഇറ്റ്സ് ബെറ്റർ വി ഓപ്പൺ ദി വിൻഡോ എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ദിസ് ഈസ് എ ഗുഡ് കാർ, യു ഷുഡ് ബൈ ദിസ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ട് തന്നിട്ടുള്ള ഒരു പ്രെമിസിൽ നിന്ന് മറ്റൊരാൾ എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൺക്ലൂഷനെയാണ് അല്ലെങ്കിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഫറൻസ് എന്താണെന്ന് നോക്കാം. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, അതിൽ നിന്ന് നമ്മളൊരു സെന്റൻസ് പറഞ്ഞു വി ഷുഡ് ബൈ ഇറ്റ്. അതേസമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. അതൊരു ബ്യൂട്ടിഫുൾ ഹൗസ് ആണ് എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്ന് കരുതി നമ്മൾ എന്തിനാണ് അത് വാങ്ങുന്നത്? കാരണം എല്ലാ ബ്യൂട്ടിഫുൾ ഹൗസും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇറ്റ്സ് വെരി ഹോട്ട് ഹിയർ, ഇതിവിടെ ചൂടാണ് എന്ന് കരുതി വിൻഡോ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ചിലപ്പോൾ ഇവിടെ AC ഉണ്ടാവും, AC നമുക്ക് ഓൺ ആക്കിയാൽ പോരെ. അപ്പൊ ശരിക്കും ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ബിറ്റ്വീൻ ദ പ്രെമിസ് ആൻഡ് കൺക്ലൂഷൻ ദാറ്റ് ട്രാൻസ്ലേറ്റ് ദ പ്രെമിസ് ഇൻ ടു കൺക്ലൂഷൻ. അതായത് പ്രെമിസും കൺക്ലൂഷനും തമ്മിലുള്ള ഒരു ലിങ്ക് കാണിക്കുന്ന സെന്റൻസിനെയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് പറയുക. ലിങ്ക് കാണിക്കുന്ന സെന്റൻസിനെയാണ് നമ്മൾ ഇൻഫറൻസ് പറയുക. അപ്പൊ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, വി ഷുഡ് ബൈ ഇറ്റ് എന്ന് പറയാൻ കാരണം വി ആർ ലുക്കിംഗ് ഫോർ എ ഹൗസ്. ഇൻഫറൻസ് ഒരുപാട് രീതിയിൽ ഉണ്ടാവും കേട്ടോ. അതായത് നമുക്കൊരു വീടില്ല, നമ്മളൊരു നല്ല വീട് നോക്കുകയാണ് പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കാരണമായിട്ടാണ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ വി ഷുഡ് ബൈ ഇറ്റ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് ഈസ് വെരി ഹോട്ട് ഹിയർ എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ ഇറ്റ്സ് ബെറ്റർ വി ഓപ്പൺ ദ വിൻഡോ എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇറ്റ്സ് വെരി ഹോട്ട് ഹിയർ എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഇറ്റ്സ് ബെറ്റർ വി ഓപ്പൺ ദ വിൻഡോ എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നത് കാരണം ഇവിടെ നല്ല ചൂടാണ്, നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റില്ല, ഇവിടെ AC ഇല്ല പോലെയുള്ള ഇൻഫ്ലുവൻസ് കാരണമായിരിക്കും. മൂന്നാമതായിട്ട് ദിസ് ഈസ് എ ഗുഡ് കാർ, എല്ലാ ഗുഡ് കാറും വാങ്ങണം എന്നൊരു നിർബന്ധമില്ല, പക്ഷെ ദിസ് ഈസ് എ ഗുഡ് കാർ എന്നുള്ളതിൽ നിന്ന് യു ഷുഡ് ബൈ ദിസ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്താനുള്ള കാരണം വി ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് കാർ. നമ്മളൊരു നല്ല കാർ വാങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ഒരു ഗുഡ് കാറിന്റെ
ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രെമിസ്, കൺക്ലൂഷൻ, ഇൻഫറൻസ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രെമിസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ട് ഒരാൾ പറയുന്ന മറ്റുള്ളവർ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രെമിസ്. ആ പ്രെമിസിൽ നിന്ന് മറ്റൊരാൾ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സംഭവത്തെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഈ പ്രെമിസും കൺക്ലൂഷനും തമ്മിലുള്ള ആ ഒരു ലിങ്ക്, ഓക്കെ, ഈ പ്രെമിസും കൺക്ലൂഷനും തമ്മിലുള്ള ആ ഒരു ലിങ്കിനെയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്, നമ്മുടെ സിലബസിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത്. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് ഒരു 11ഓളം ടൈപ്പാണ്. പക്ഷെ ഇതിൽ നമ്മൾ, അതായത് ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, അനലോജിക്കൽ, ഹൈപ്പോത്തറ്റിക്കൽ, വാലിഡ്, ഇൻവാലിഡ്, അസ്ട്രോണമിക്കൽ, ആന്ത്രപ്പോളജിക്കൽ, സൈക്കോളജിക്കൽ, ബയോളജിക്കൽ, മാത്തമെറ്റിക്കൽ, ഇങ്ങനെയുള്ള 11 സ്റ്റേറ്റ്മെന്റ്സ് നമുക്കുണ്ട്. പക്ഷെ ഇതിൽ നമ്മളൊരു എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ ആദ്യത്തെ ഒരു 5 or 6 നമ്മൾ പഠിച്ചാൽ മതി. ഈ ഒരു 5 or 6 നിന്ന് മാത്രമാണ് ഇതുവരെ സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ആസ്ട്രോണമിക്കലും ആന്ത്രപ്പോളജിക്കലും സൈക്കോളജിക്കലും ബയോളജിക്കലും ഒക്കെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ശരിയുത്തരമായിട്ട് വന്നിട്ടില്ല, ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്നുള്ളത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്നുള്ളത്. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ an argument where the conclusion follows validly from the premises. അതായത് നമ്മൾ ഒരു പ്രെമിസിൽ നിന്ന് വാലിഡ് ആയിട്ട് ചെയ്യുന്നത്. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ജനറലിൽ നിന്ന് നമ്മൾ ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റിലേക്ക് പറയുമ്പോൾ അതാണ് ഡിഡക്റ്റീവ് ഡെഡ്യൂസ് ചെയ്യുക. ജനറൽ ആയിട്ടുള്ള നിന്ന് നമ്മൾ സ്പെസിഫിക്കിലേക്ക് വരിക. ഇപ്പൊ നമ്മൾ പറയാണ് എല്ലാ മനുഷ്യന്മാരും മരിക്കും, സോക്രട്ടീസ് മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസ് മരിക്കും. അതായത് എല്ലാ മനുഷ്യന്മാരും മരിക്കും എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സോക്രട്ടീസ് മനുഷ്യനായതുകൊണ്ട് മരിക്കും എന്നുള്ള ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. സോ അടുത്തതാണ് നമുക്ക് ഡിഡക്റ്റീവ് റീസണിങ്ങിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സ്പെസിഫിക്കിലേക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ അത് വരുന്നത് സ്പെസിഫിക് ടു ജനറൽ ആണ്. അതായത് ഡിഡക്റ്റീവ് റീസണിങ്ങിൽ നമ്മളൊരു പബ്ലിക്കിന്റെ ഒരു മെയിൻ സംഭവത്തിന്റെ ഒരു കൺക്ലൂഷനിൽ നിന്ന് നമ്മൾ അതിന്റെ സ്പെസിഫിക്കിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇൻഡക്റ്റീവിൽ വരുമ്പോൾ സ്പെസിഫിക്കിൽ നിന്ന് നമ്മൾ ജനറലിലേക്കായിരിക്കും നമ്മൾ പോവുക. അതായത് ഉദാഹരണമായിട്ട് നമ്മൾ 1000 പക്ഷികളെ സ്വാൻസിനെ കണ്ടിട്ടുണ്ട്. കണ്ടതെല്ലാം വൈറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ലോകത്തുള്ള എല്ലാ സ്വാൻസും വൈറ്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യുക. നിങ്ങളൊരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരാളെ കണ്ടിട്ട് അയാളുടെ പാറ്റേൺ ആണ് ആ നാട്ടിലുള്ള എല്ലാവർക്കും എന്ന് മനസ്സിലാക്കുക എന്ന് കരുതുക. ഇതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ കൺക്ലൂഷൻ ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഈസ് പ്രോബബിൾ ബേസ്ഡ് അപ്പോൺ ദ എവിഡൻസ്, വിച്ച് മീൻസ് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ എന്നുള്ളത് ഒരു കൺക്ലൂഷൻ എന്നുള്ള ഒരു പ്രോബബിലിറ്റി ആണ് പറയുന്നത്. അത് ശരിയാവണം നിർബന്ധമല്ല. മാത്രമല്ല ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു യൂണിഫോമിറ്റി ഓഫ് നേച്ചർ എന്നൊക്കെ പറയാം. കാരണം നമ്മൾ പ്രകൃതിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നതാണ് കുറെ ആറ്റം കൊണ്ട് ബിൽഡപ്പ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ്. ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും സംഭവങ്ങൾ, കാര്യങ്ങൾ നമ്മൾ പറയുക. ഓക്കെ, പ്രകൃതിയുടെ ഒരു ആസ്പെക്റ്റിൽ ഇങ്ങനെയാണ് നമ്മൾ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിഫോമിറ്റി ഓഫ് നേച്ചറുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് ആണെന്ന് മനസ്സിലാക്കുക. ഡിഡക്റ്റീവ് റീസണിങ് അല്ല. യൂണിഫോമിറ്റി ഓഫ് നേച്ചറുമായി ഡീൽ ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ എപ്പോഴും സ്പെസിഫിക് ടു ജനറൽ ആണ് പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, സ്പെസിഫിക് ടു ജനറൽ ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. സോ ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ പറയാനുള്ളത്. ഡിഡക്റ്റീവ് റീസണിങ്ങിൽ ജനറൽ ടു സ്പെസിഫിക് ആണ്, ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ സ്പെസിഫിക് ടു ജനറൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പറയാനുള്ള അനദർ ഇമ്പോർട്ടന്റ് എക്സാമിന് ഒരുപാട് ചോദിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്നുള്ളത്. അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റിൽ ഏതെങ്കിലും രീതിയിലുള്ള അനലോജി എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി, സാമ്യത എന്നൊക്കെ പറയാൻ പറ്റും. ഒരു ആർഗ്യുമെന്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു സാമ്യത ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, അവർ സോൾജേഴ്സ് ആർ ആസ് ബ്രേവ് ആസ് ലയൺസ്. നമ്മുടെ സൈന്യം എന്നുള്ളത് സിംഹത്തെ പോലെ ധൈര്യവാന്മാരാണ്. അതായത് എന്തെങ്കിലും ഒരു സംഭവമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പറയണമെന്നില്ല കേട്ടോ. നിങ്ങൾ ആ സെന്റൻസ് വായിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആ സെന്റൻസിൽ പറയുന്ന ഇൻസിഡന്റുകൾ, രണ്ട് സംഭവങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കമ്പാരിസൺ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും
ഈ ഒരു കേസിൽ വി ഹാവ് what we can say some sort of analogy which means analogical argument എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സിൽ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിൽ ഏറ്റവും കൂടുതൽ ഉത്തരമായിട്ട് വരാറുള്ളത് അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണ്. ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിൽ ഏറ്റവും കൂടുതൽ ഉത്തരമായിട്ട് വരാറുള്ളത് അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. സോ വി ഹാവ് അനലോജിക്കൽ ആർഗ്യുമെന്റ്. Then we have hypothetical argument. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തിസിസ്, ഒരു സാധ്യത, ഒരു പ്രോബബിലിറ്റിയെ പറയുമ്പോഴാണ് നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ടില്ലെങ്കിൽ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ശമ്പളം ഉണ്ടാവില്ല, അതായത് ഞാൻ എണീറ്റിട്ടില്ലെങ്കിൽ എനിക്ക് ശമ്പളം ഉണ്ടാവില്ല. അതായത് ഒക്കെ ഈഫ് വെച്ചുകൊണ്ട് ഒരു സാധ്യതകൾ പറയുമ്പോൾ, ഒരു ഹൈപ്പോത്തിസിസ് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് നമുക്ക് വാലിഡ് ആർഗ്യുമെന്റ് ആൻഡ് ഇൻവാലിഡ് ആർഗ്യുമെന്റ് എന്ന് പറയും. സോ വാലിഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ ഒരു ടൈപ്പ് ആണ്. ആൻഡ് വാലിഡ് ആർഗ്യുമെന്റ് പ്രത്യേകത എന്താ വെച്ചാൽ ഇഫ് ആൾ ദ പ്രെമിസസ് ആർ ട്രൂ ദെൻ ദ കൺക്ലൂഷൻ വിൽ ബി ഓൾസോ ട്രൂ. എല്ലാ പ്രെമിസും ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് വാലിഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ടൈപ്പ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്നത് എല്ലാ പ്രെമിസും ട്രൂ ആണെങ്കിൽ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് വാലിഡ് ആർഗ്യുമെന്റിന്റെ ആസ്പെക്റ്റിൽ പറയുന്നത്. ഇനിയുള്ള ഒരു ആസ്പെക്ട് ആണ് ഇൻവാലിഡ് ആർഗ്യുമെന്റ്. ഇൻവാലിഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആർഗ്യുമെന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ കേസാണ്. കാരണം വാലിഡ് ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞത് ഓൾ ദ പ്രെമിസസ് ആർ ട്രൂ ബട്ട് കൺക്ലൂഷൻ ഈസ് ട്രൂ എന്നുള്ളതാണ്. പ്രെമിസസ് ട്രൂ ആകുമ്പോൾ കൺക്ലൂഷനും ട്രൂ ആവുന്നതിനെയാണ് നമ്മൾ വാലിഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതേസമയം പ്രെമിസസ് ട്രൂ ആയിട്ടും കൺക്ലൂഷൻ ഫാൾസ് ആവുന്നതിനെയാണ് നമ്മൾ ഇൻവാലിഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി, രണ്ട് പ്രെമിസും ട്രൂ ആയി കൺക്ലൂഷനും ട്രൂ ആവുമ്പോൾ അത് വാലിഡ് ആർഗ്യുമെന്റ് ആയിരിക്കും. രണ്ട് പ്രെമിസും ട്രൂ ആയിട്ട് കൺക്ലൂഷൻ ഫാൾസ് ആവുമ്പോൾ അത് ഇൻവാലിഡ് ആർഗ്യുമെന്റ് ആയിരിക്കും. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ള മെയിൻ 6 ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ് എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക്കിലേക്ക് ഒരു കൺക്ലൂഷൻ വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുക. ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ടു ജനറലിലേക്ക് പോകുന്നതാണ്. അനലോജിക്കൽ എന്ന് പറയുമ്പോൾ സം സോർട്ട് ഓഫ് സിമിലാരിറ്റി ആണ്, കമ്പാരിസൺ ആണ് നമുക്ക് അനലോജിക്കൽ എന്നുള്ളത്. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഈഫ്, ഒരു സാധ്യതയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴാണ് ഹൈപ്പോത്തറ്റിക്കൽ എന്നുള്ളത്. വാലിഡ് എന്ന് പറഞ്ഞാൽ വി ഹാവ് സംതിങ് വാലിഡ് ആണ്, അതായത് രണ്ട് പ്രെമിസ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കും എന്നുള്ളതാണ്. ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രെമിസ് ട്രൂ ആകുമ്പോൾ കൺക്ലൂഷൻ ഫാൾസ് ആവുന്നതിന്റെ കേസിനെയാണ് നമുക്ക് ഇൻവാലിഡ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ആസ്ട്രോണമിക്കൽ, ആന്ത്രപ്പോളജിക്കൽ, സൈക്കോളജിക്കൽ, ബയോളജിക്കൽ, മാത്തമെറ്റിക്കൽ എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആസ്ട്രോണമിക്കൽ എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമി, നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിനെ ആസ്ട്രോണമി ആയിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ പറയുമ്പോൾ അതിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അട്രാക്ഷൻ, ഗ്രാവിറ്റേഷന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതൊരു ആസ്ട്രോണമിക്കൽ ആണ്. ആന്ത്രപ്പോളജിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആന്ത്രപ്പോളജി അറിയാമെന്ന് കരുതുന്ന ഒരു ഹ്യൂമൻ എവല്യൂഷണറി ആസ്പെക്റ്റില് എന്തെങ്കിലും ഒരു ആസ്പെക്റ്റിൽ നമ്മൾ പറയുമ്പോൾ മനുഷ്യന്മാർ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ ആസ്പെക്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് തെളിവാണ്, കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ആന്ത്രപ്പോളജിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആന്ത്രപ്പോളജിക്കൽ ആർഗ്യുമെന്റ് അതായത് ഒരു ഹ്യൂമൻ എവല്യൂഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ അതാണ് ആന്ത്രപ്പോളജിക്കൽ ആർഗ്യുമെന്റ് എന്നുള്ളത്. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ പറയും, അതായത് ന്യൂറോൺസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഒരാളുകളുടെ ഇമോഷന് പിന്നിലുള്ള സൈക്കോളജിക്കൽ ആസ്പെക്ട് പറയുമ്പോൾ ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ. ദെൻ വി ഹാവ് ബയോളജിക്കൽ, ഒരു ആസ്പെക്റ്റിൽ നമ്മൾ സെല്ല്, ടിഷ്യൂ പോലെയുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ട് ബയോളജിക്കൽ ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ പറയുമ്പോൾ ബയോളജിക്കൽ. മാത്തമെറ്റിക്കൽ, നമ്മൾ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ പറയുമ്പോൾ അതിനെയാണ് നമ്മൾ മാത്തമെറ്റിക്കൽ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം, ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. Yeah, this is the first question. A deductive argument is invalid. ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എപ്പോഴാണ് ഇൻവാലിഡ് ആവുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ is its premises and conclusion are true. Option B is its premises and conclusion are false. Option C is its premises are false but conclusion is true. Option D is its premises are true but conclusion is false.
ഏത് കേസിലാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആവുക എന്നുള്ളതാണ് ചോദ്യം. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് വാലിഡ് ആവുക പ്രമിസസ് ട്രൂ ആയിട്ട് കൺക്ലൂഷൻ ട്രൂ ആവുമ്പോഴാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് വാലിഡ് ആവുക. അപ്പൊ ഇൻവാലിഡ് ആവുക എന്ന് പറഞ്ഞാൽ പ്രമിസസ് ട്രൂവും കൺക്ലൂഷൻ ഫാൾസും ആവുമ്പോൾ. ഓക്കെ, പ്രമിസസ് ട്രൂവും കൺക്ലൂഷൻ ഫാൾസും ആവുമ്പോഴാണ് നമുക്ക് അത് ഇൻവാലിഡ് ആവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇതിന്റെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രണ്ടാമത്തെ കേസാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് കോഡ് സ്റ്റേറ്റിംഗ് ദ നേച്ചർ ഓഫ് ദി ആർഗ്യുമെന്റ് ഇൻവോൾവ് ഇൻ ഇറ്റ് എന്നുള്ളതാണ്. അതായത് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ടു സപ്പോസ് ദാറ്റ് ദ എർത്ത് ഈസ് ദ ഓൺലി പോപ്പുലേറ്റഡ് വേൾഡ് ഇൻ ദ ഇൻഫൈനൈറ്റ് സ്പേസ് ഈസ് ആസ് അബ്സർഡ് ആസ് ടു അസർട്ട് ദാറ്റ് ഇൻ an entire field of millet only one grain will grow എന്നുള്ളതാണ്. Okay, to suppose that earth is a only populated world in the infinite space. അതായത് ഈ ഒരു സ്പേസിൽ എർത്തിൽ മാത്രമേ പോപ്പുലേഷൻ ഉള്ളൂ എന്നുള്ളത് പറയുന്നത് ഒരു ചോളത്തിന്റെ അല്ലെങ്കിൽ മില്ലറ്റിന്റെ ഫീൽഡിൽ ഒരു മില്ലറ്റ് മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. സോ വി ഹാവ് സം സോർട്ട് ഓഫ് കമ്പാരിസൺ. നമുക്കറിയാം കമ്പാരിസൺ ഉണ്ടെങ്കിൽ അത് അനലോജിക്കൽ ആണ്, നമ്മൾ പഠിച്ചു. സോ ഇറ്റ്സ് എ അനലോജിക്കൽ ആർഗ്യുമെന്റ്. നെക്സ്റ്റ് വി ഹാവ് pre-employment testing of teachers is quite fair because doctors, architects and engineers are now employed to face such testing. ഇവിടെയും ഐ വിൽ ഗീവ് യു സം ടൈം. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഉത്തരങ്ങൾ പറയുന്നത് വി ആർ ഹാവിങ് എ വീഡിയോ ഡിസ്കഷൻ. നിങ്ങൾക്ക് ആലോചിക്കാനുള്ള മതിയായ സമയം നിങ്ങൾക്ക് എടുക്കാം. Pre-employment testing of teachers is quite fair because doctors, architects and engineers who are now employed had to face such testing എന്നുള്ളതാണ്. What type of argument it is എന്നുള്ളതാണ്. So we have pre-employment testing. സോ ഇവിടെ ടീച്ചേഴ്സിന്റെ ടെസ്റ്റിങ്ങിനെ മറ്റുള്ള ഡോക്ടേഴ്സിന്റെയും എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ ടെസ്റ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്യാണ്. സോ അഗൈൻ വി ഹാവ് അനലോജിക്കൽ ആർഗ്യുമെന്റ്. വി ഹാവ് എ കമ്പാരിസൺ അനലോജിക്കൽ ആർഗ്യുമെന്റ്. നെക്സ്റ്റ് വി ഹാവ് men and women may have different reproductive strategies but neither can be considered inferior or superior to the other any more than a bird's wings can be considered superior or inferior to a fish fins. What type of argument is എന്നുള്ളതാണ് ചോദ്യം. Okay, again we have some sort of comparison, which means we have the analogical argument. Next we have a superiority of intellect depends upon the power of concentration on one theme in the same way as a concave mirror. Concave mirror collects all the rays that strike upon its one point. Okay. Again, it's easy. Again we have a similarity. So we have analogical as an answer to this question. Then a different question. കൂടുതലും ചോദിക്കുന്ന അനലോജിക്കൽ ആണ്, അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് അനലോജിക്കൽ വന്നിട്ടുള്ളത്. നമ്മൾ ചോദിക്കുന്നതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. Which one among the following is a presupposition to inductive reasoning? Law of identity, unchangeability in nature, harmony in nature, uniformity in nature. ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ പ്രീസപ്പോസിഷൻ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ. യൂണിഫോമിറ്റി ഓഫ് നേച്ചർ എന്നുള്ളത് ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ ഒരു പ്രീസപ്പോസിഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് അതിന്റെ ബേസിക് ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ ടോപ്പിക്കുകൾ നമ്മൾ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.